ഡൽഹി ഹൈക്കോടതിയിൽ ഡൽഹി പോലീസ് അവസാന നിമിഷം സമർപ്പിച്ച റിപ്പോർട്ട് കണ്ട ഏവരും ഒന്ന് ഞെട്ടിപ്പോയി. ആ റിപ്പോർട്ട് ഇങ്ങനെയാണ്: സഫൂർ അസർഗറിന് ജാമ്യം കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ല. മാനുഷിക പരിഗണനയെ മുന്നിൽ നിർത്തിയിട്ട് സഫൂർ അസർഗറിന് ജാമ്യം നൽകുന്നതിൽ ഞങ്ങൾ തടസ്സം നിൽക്കില്ല എന്നാണ് ഡൽഹി പോലീസ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനപ്രകാരം ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. ആ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഡൽഹി ഹൈക്കോടതി സഫൂർ അസർഗറിന് ജാമ്യം നൽകുകയും ചെയ്തു. ജാമ്യം കിട്ടിയ ആ സന്തോഷം എല്ലാവരും ആഘോഷിച്ചു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതേ ഡൽഹി ഹൈക്കോടതിയിൽ ഡൽഹി പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏവരെയും വേദനിപ്പിച്ച റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സഫൂർ അസർഗറിന് ജാമ്യം നൽകേണ്ട ആവശ്യമില്ല. എത്രയോ സ്ത്രീകൾ തീഹാർ ജയിലിൽ പ്രസവിച്ചിട്ടുണ്ട്. അതിനാൽ പ്രസവത്തിന്റെ പേരിൽ അഥവാ ഗർഭിണിയുടെ പേരിൽ അവർക്ക് ജാമ്യം അനുവദിച്ചു കൊടുക്കരുത് എന്നായിരുന്നു ഡൽഹി പോലീസിന്റെ ഈ റിപ്പോർട്ടിന് മുൻപുള്ള റിപ്പോർട്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സഫൂർ അസർഗർ വീണ്ടും തീഹാർ ജയിലിലേക്ക് പോകേണ്ട ഒരവസ്ഥ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ പിന്നീട് എങ്ങനെയാണ് ഡൽഹി പോലീസിന് മനം മാറ്റം സംഭവിച്ചത്? അവിടെയാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകളുടെ ഫലം നമ്മൾ കാണുന്നുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ സഫൂർ അസർഗറിന് വേണ്ടിയിട്ട് അമേരിക്കയിലെ മനുഷ്യാവകാശ കമ്മീഷനുകൾ, അതുപോലെ തന്നെ UN-ന്റെ മനുഷ്യാവകാശ കമ്മീഷനുകൾ, ഇവർ വളരെ വ്യക്തമായി കൃത്യമായ ഇടപെടൽ സഫൂർ അസർഗറിന്റെ വിഷയത്തിൽ നടത്തുകയും സഫൂർ അസർഗറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് മെയിൽ അയക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ പ്രതിച്ഛായ മങ്ങിപ്പോകുമെന്ന് പേടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അവസാന നിമിഷം ഡൽഹി പോലീസിനോട് സഫൂറയ്ക്ക് അനുകൂലമായ റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ഇതാ വീണ്ടും വന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര ലോകത്ത് നിന്ന് ശക്തമായ ഇടപെടൽ. ഐക്യരാഷ്ട്രസഭ പറയുന്നു സഫൂർ അസർഗർ മാത്രമല്ല, മറിച്ച് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച് അതിൻ്റെ പേരിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെ മൊത്തമായി ഉടൻ തന്നെ പുറത്തിറക്കണമെന്നാണ് UN-ന്റെ മനുഷ്യാവകാശ കമ്മീഷണർ മിഷേൽ ബാച്ച്ലൈറ്റ് വളരെ വ്യക്തമായി പേരുകൾ എടുത്തു പറഞ്ഞ് മുന്നോട്ട് വന്നത്. മീരാൻ ഹൈദറിന്റെ, അതുപോലെ തന്നെ ഉമർ ഖാലിദിന്റെ ഒക്കെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് മിഷേൽ ബാച്ച്ലൈറ്റ് രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. മിഷേൽ ബാച്ച്ലൈറ്റ് പറയുന്നത് ഒരു കാരണവശാലും ഇത് ഞങ്ങൾക്ക് അനുവദിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല, മറിച്ച് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ആളുകളെ നിങ്ങൾ അകത്താക്കി, അത് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അവരെ പുറത്ത് വിടണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷണറായിട്ടുള്ള മിഷേൽ ബാച്ച്ലൈറ്റ് തുറന്നടിച്ച് പറയുന്നത്. ഇത് ഇന്ത്യക്കെതിരെയുള്ള ഒരു വലിയ തിരിച്ചടി എന്ന് വേണം പറയാൻ. കാരണം കേന്ദ്ര സർക്കാരിന്റെ പേക്കൂത്തുകളാണ് ഇതിന് കാരണമെങ്കിൽ പോലും അത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുക. അതിനാൽ തന്നെ UN ഈ വിഷയത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് വലിയ തിരിച്ചടി തന്നെയാണ്. എത്രയും പെട്ടെന്ന് തന്നെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച മുഴുവൻ ആളുകളെയും പുറത്തിറക്കിയില്ല എങ്കിൽ കർക്കശമായിട്ടുള്ള തീരുമാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിക്കുമ്പോൾ അത് അമിത്ഷയ്ക്കും നരേന്ദ്രമോദിക്കും വലിയ തിരിച്ചടിയാണ് നൽകുന്നുള്ളത്. എന്തായാലും സഫൂർ അസർഗർ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെയും അന്താരാഷ്ട്ര ലോകങ്ങളുടെയും ഒക്കെ ഇടപെടൽ ഫലം കണ്ട രീതിയിൽ മറ്റുള്ളവരുടെ വിഷയത്തിലും ഇപ്പോൾ ഫലം കാണാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ഐക്യരാഷ്ട്രസഭയെ പോലെയുള്ള മറ്റു സംഘടനകൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.